ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി SCRT for PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്ററായ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വായുവിന് ഭാരമുണ്ട്. അന്തരീക്ഷ വായു വസ്തുക്കളിൽ ബലം പ്രയോഗിക്കുന്നു. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി, ഇറ്റലിക്കാരൻ. മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിൻ്റെ തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ബാരോമീറ്റർ ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പ് മാറുന്നത്. ചൂടുപിടിച്ച വായുവിൻ്റെ മർദ്ദം കുറയുകയും വികസിച്ച് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് ദ്രവങ്ങൾ ചലിക്കുന്നു. അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് സൈഫൺ, സിറിഞ്ച്, സ്ട്രോ, ഡ്രോപ്പർ എന്നിവ. വാക്വം ഹുക്കിൻ്റെ പ്രവർത്തന തത്വം. വാക്വം ഹുക്ക് ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്തുള്ള വാതക മർദ്ദത്തേക്കാൾ കൂടുതലാണ് അന്തരീക്ഷ മർദ്ദം. ബെർണോളിയുടെ തത്വം. വായു വേഗവും മർദ്ദവും തമ്മിലുള്ള ബന്ധം ആദ്യമായി വിശദീകരിച്ചത് ബെർണോളി. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ തത്വം ബെർണോളിയുടെ തത്വം എന്നറിയപ്പെടുന്നു. ബെർണോളി തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങളാണ്: വിമാനം പറന്നുയരുന്നത്, കാറുകളുടെ എയറോഡൈനാമിക് ഘടന, സ്പ്രേ ബോട്ടിൽ. ഫണൽ കൊണ്ട് ഊതി മെഴുകുതിരി അണയ്ക്കാൻ കഴിയുന്നില്ല. കാരണം വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനാൽ ജ്വാല ഫണലിലേക്ക് അടുക്കുന്നു. അതിനാൽ മെഴുകുതിരി ജ്വാല അണയുന്നില്ല. ചരടിൽ തൂക്കിയിട്ട ബോളുകൾക്കിടയിലൂടെ ഊതുമ്പോൾ ബോളുകൾ അടുത്തു വരുന്നതിന് പിന്നിലെ തത്വം ബെർണോളി തത്വമാണ്. ഒരു ദ്രാവകം ഉപയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ഒരു ദ്രാവകത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ എല്ലാ ഭാഗത്തും ദ്രാവകമർദ്ദം ഉപയോഗിക്കുന്നു. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. ഒരു ദ്രാവക വ്യൂഹത്തിൽ ഒരേ ഉയരത്തിലുള്ള എല്ലാ ബിന്ദുക്കളിലും അനുഭവപ്പെടുന്ന ദ്രാവകമർദ്ദം തുല്യമായിരിക്കും. ഒരു ദ്രാവകത്തിൻ്റെ അടിവശത്തു നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന വായുകുമിളകളുടെ വലിപ്പം കൂടുന്നതിന് കാരണം വാതകമർദ്ദത്തിലുള്ള വ്യത്യാസമാണ്. അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നതിൻ്റെ കാരണം ആഴം കൂടുമ്പോൾ ദ്രാവകമർദ്ദം കൂടുന്നു. വ്യത്യസ്ത ദ്രാവകങ്ങൾ പ്രയോഗിക്കുന്ന മർദ്ദം വ്യത്യസ്തമായിരിക്കും. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. താങ്ക് യു.